ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു ചാമ്പങ്ങ വെച്ചിട്ട് അച്ചാറിടാവേ. അപ്പോൾ നമുക്ക് കുറച്ച് ചാമ്പങ്ങ കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി ചാമ്പങ്ങ കേട്ടോ. അപ്പോൾ നമുക്കത് വെച്ച് അച്ചാറിടാം. അപ്പോൾ ഇത് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി ആട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചട്ടിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ മൺചട്ടി അങ്ങനെയുള്ള അടി കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മസാലയൊക്കെ നല്ലതായിട്ട് സുഖമായിട്ട് മൂപ്പിക്കാനൊക്കെ പറ്റും. അധികം കരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കണേ. അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഒന്നേകാൽ സ്പൂൺ കടുകാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ അച്ചാറിലൊക്കെ കടുക് ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ കുറച്ച് ഉലുവായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്തിരി ഏറെ ഉലുവായിട്ടിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഏറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടി എന്ന് വെച്ചാൽ ഞാൻ കണ്ടല്ലോ നിങ്ങൾ അത്രയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പാവുമല്ലോ. അതുകൊണ്ട് കടുകിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ കുറവായിട്ടാണ് ഞാൻ എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 10-20 എണ്ണം കാണുമായിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് പൊട്ടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ചാമ്പങ്ങ അച്ചാർ ഇടുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ട്രൈ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് എനിക്കറിയാവുന്ന രീതിയിലാട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണ് ഒരു ബൗളിൽ കുറച്ച് നല്ല വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 2 ഭാഗമായിട്ട് ഇങ്ങനെ ഭാഗിച്ചിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ആ ബൗള് നിറച്ചും തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു ചാമ്പങ്ങയിലേക്ക് മൊത്തം നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ നല്ല രീതിയിൽ നമ്മൾ വെളുത്തുള്ളി ഇട്ടാലേ മാത്രമേ ഉള്ളൂ നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. നമ്മൾ എക്സ്ട്രാ വേറൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ അച്ചാറിലെ വെളുത്തുള്ളിയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാറിലെ വെളുത്തുള്ളി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ എണ്ണയിലേക്ക്. അപ്പോൾ ഇത് ഒരു ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി ഞാൻ ഒരുപാട് വലുതാക്കി അരിഞ്ഞിട്ടില്ല, ഞാൻ കുഞ്ഞാക്കി ആട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊരു ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിതിനൊന്ന് മൂപ്പിക്കാൻ വെക്കണം കേട്ടോ. അതാകുമ്പോഴേക്കും അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ ആ ഒരു എണ്ണയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ഈ അച്ചാർ ഭയങ്കരമായിട്ട് സ്വാദുണ്ടാവും. അപ്പം എനിക്കിത് ഈ കഴിഞ്ഞ ഇട തൊട്ടാട്ടോ ഇതിങ്ങനെ മനസ്സിലായത്. നമ്മൾ നന്നായിട്ടിങ്ങനെ ഒരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ അച്ചാറിനൊക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ചിലവർ ഇതിൽ പച്ചമുളകൊക്കെ ആഡ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ കുറച്ച് നാളും കൂടി നമുക്ക് വെക്കേണ്ട സാധനമല്ലേ. അപ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇടാത്ത കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ടാണ്ട് മൂത്ത് വരുന്നുണ്ട്. നമ്മൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അടുപ്പയിലേക്ക് ഒരു പാത്രത്തിൽ ഞാൻ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചാമ്പങ്ങ ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് എടുക്കാവേ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ചട്ടിയിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ ഇതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് ഒരുപാട് വെള്ളമായി പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കത് കുറച്ച് തടയാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ നമ്മളതൊന്ന് ജസ്റ്റ് വേവിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയതിന് ശേഷമല്ലേ നമ്മൾ ആ കൂട്ടിലേക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എണ്ണയിൽ വേണമെങ്കിൽ ചിലർ ഇങ്ങനെ വഴറ്റിയെടുക്കും. ഞാൻ എണ്ണയിലൊന്നും അല്ല കേട്ടോ, അല്ലാതെ ചട്ടിയിലേക്ക് തന്നെയാണ് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുക. കണ്ടോ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ കണ്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോഴാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങുന്നത്. ഇതിലും കൂടുതൽ കരിഞ്ഞു പോകാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്നത് 2 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. 2 സ്പൂൺ സാധാ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതും കൂടെ 2.5 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2.5 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.
അപ്പം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഓരോ സാധനം ഇടുന്നതിനനുസരിച്ച്. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇളക്കി കൊടുക്കും. പിന്നെ ഒരു അച്ചാർ പൊടി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടി ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചട്ടി ആ ഒരു ഫ്ലെയിം ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. ഞാനപ്പം ഒരുപാട് അതിങ്ങനെ മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കിയായിരുന്നു കേട്ടോ. അതിനുശേഷം പൊടികൾ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം അതിൻ്റെ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും കൂടെ ഫ്ലെയിം ഒന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ദേ ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ നമ്മുടെ ആ ചാമ്പങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചാമ്പങ്ങയുടെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് വേണം നമ്മൾ ആ മസാലക്കൂട്ടിലേക്ക് ഇതിടാം. കണ്ടോ ചാമ്പങ്ങയുടെ വെള്ളം ഇറങ്ങി വന്നേക്കുന്നുണ്ടോ. അപ്പോൾ ദേ നമ്മൾ ഇനി ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മസാലയുണ്ടല്ലോ, തേണ്ട മസാലയുടെ പരുവം തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു ചാമ്പങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ ചാമ്പങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം എടുത്തിച്ചിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ആ ചാമ്പങ്ങ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചാമ്പങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചട്ടിയുടെ കുറേ കാണുന്നുണ്ട്, പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയി അതിൻ്റെ ആ ഒരു മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഈ ചട്ടിയുടെ പകുതിയെ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ അടിയിലായിരിക്കും അതിൻ്റെ മസാല മൊത്തം ഉള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനെ താഴെ പോകാത്ത രീതിയിൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ മസാലകളും ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇനി നമുക്ക് ഈ മസാല എല്ലായിടത്തും നമ്മൾ ഒന്ന് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ദേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നതും കുഴപ്പമില്ല. പിന്നെ ഞാൻ ആദ്യം കുറച്ച് നേരം തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഒന്ന് വേവിച്ചെടുത്തത്. കാരണം അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം ഒരുപാട് ഊറി ഇറങ്ങിയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ അത് തുറന്ന് വെച്ച് വേവിച്ചത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലതായിട്ട് വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ തന്നെ നല്ല ഈ ഒരു മസാല ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ. നല്ല നമ്മുടെ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കി കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി തോന്നിയതുകൊണ്ട് ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റായിരുന്നു. ഞാനപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കായം ഇട്ട് കൊടുക്കാവേ. കായം ഇതിൻ്റെ ഒരു ഫ്ലേവർ, നമ്മുടെ ഒരു എന്താ പറയുക അച്ചാറിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് കായമാണ്. അപ്പോൾ കായം നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ കായം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക നന്നായിട്ട് മുളക് പൊടിയൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ച് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടു നമ്മൾ നേരത്തെ ഇട്ടതിലും കുറച്ചുകൂടെ അങ്ങ് കുറഞ്ഞില്ലേ ഇത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതായിട്ട് നീരുള്ളതാണല്ലോ ഈ ഒരു നമ്മുടെ ചാമ്പങ്ങ എന്ന് പറയുന്ന ഇതിന്. അപ്പോൾ ഇത് നമ്മൾ അതിങ്ങനെ ചൂടാകും തോറും അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഊറി ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണിത് കണ്ടത്. ഇപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മസാല കുറച്ചും കൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വറ്റി കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാവേ. ഒരു 5 മിനിറ്റ് വെള്ളം അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് നിന്ന് പിന്നെയും വെള്ളം ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ അച്ചാറിൻ്റെ രൂപം ഇതാട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു നമ്മൾ നേരത്തെ ഇട്ടതിൻ്റെ അത്രയും ഉണ്ടോ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഊറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ടുണ്ട് നമ്മുടെ അച്ചാറ്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറ്റ അച്ചാർ മതി നമുക്ക് നല്ല 8 ചോറുണ്ണാനും ഒരു തോരനും ഈ അച്ചാറും കൂടെ മാത്രം മതി. അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയൊക്കെ ആണെങ്കിലും കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസം ഇതിരുന്ന് കഴിയുമ്പോൾ കഴിക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചാമ്പങ്ങ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ചാമ്പങ്ങ ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും വ്യൂസ് ഉണ്ട്, പക്ഷേ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ കാണുന്നത്. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.